മുണ്ടത്തിക്കോട് ഉണ്ടായ വെടിക്കെട്ട് ദുരന്തത്തിൽ ഒരു ഗ്രാമം മുഴുവൻ വിറങ്ങലിച്ചിരിക്കുകയാണ്. തൃശൂർ പൂരത്തിന്റെ മുഖ്യ പങ്കാളികളായ തിരുവമ്പാടി ദേശത്തിന്റെ വെടിക്കെട്ട് ഒരുക്കിയിരുന്ന മുണ്ടത്തിക്കോടുള്ള പടക്ക നിർമ്മാണശാലയിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് 3:30 തീ പിടിച്ചത്. 24-ന് നടക്കുന്ന പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിനായുള്ള പടക്ക നിർമ്മാണത്തിന്റെ അവസാനഘട്ട പണിപ്പുരയിലായിരുന്നു തൊഴിലാളികൾ. കളിച്ചും ചിരിച്ചും ഉല്ലാസത്തോടെ പൂരത്തിന്റെ വെടിക്കെട്ട് കൊഴുപ്പിക്കാനുള്ള കൂട്ടായ്മയിലായിരുന്നു തൊഴിലാളികൾ. ഉച്ചയ്ക്ക് പ്രതീക്ഷിക്കാതെയാണ് നിരവധി പേരുടെ ജീവൻ അപഹരിക്കുന്ന നിലയിൽ വെടിക്കെട്ട് ദുരന്തം ഉണ്ടായത്. 40-ലധികം പേർ പണിപ്പുരയിൽ ഉണ്ടായിരുന്നതായാണ് പൊതുവെയുള്ള നിഗമനം. എന്നാൽ വ്യക്തമായ കണക്ക് ആരുടെയും കൈവശമില്ല. മനുഷ്യമാംസം കത്തിയെരിഞ്ഞ് ചാമ്പലായ പണിപ്പുരയുടെ പ്രദേശങ്ങളിൽ മൃതദേഹങ്ങളുടെ ഓരോ അവശിഷ്ടങ്ങളും തേടി അലയുകയാണ് ഉദ്യോഗസ്ഥർ. നാടിനെ നടുക്കിയ ദുരന്തമണിഞ്ഞ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം M വിജയരാഘവൻ, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, VD സതീശൻ, VM സുധീരൻ, ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയ നിരവധി നേതാക്കൾ സംഭവ സ്ഥലത്തും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സന്ദർശനം നടത്തിയിരുന്നു. അതെ, നിങ്ങളുടെ മകൾ എന്താ പഠിക്കുന്നത്? എന്റെ മകളോ? ഇപ്പൊ +2 കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. എന്റെ മകൾ പഠിച്ചത് ശ്രീകൃഷ്ണ കോളേജിലാ. അവിടുന്ന് തന്നെ ജോലിയും കിട്ടും. തുച്ഛമായ ഫീസേ ഉള്ളൂ. പിന്നെ മെഡിക്കൽ ഫീൽഡിൽ ഒരു ജോലി. എന്റെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ ലക്ഷങ്ങൾ മുടക്കാതെ പഠിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥാപനമാണ് ശ്രീകൃഷ്ണ കോളേജ്. അതെനിക്ക് ഉറപ്പാ. കാരണം എന്റെ മകൾ ഇപ്പോൾ ഫാർമസിയിലാണ് ജോലി ചെയ്യുന്നത്. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.